വെൽക്കം ഡിയേഴ്സ്. നമുക്കിന്ന് ബ്രെഡ് വെച്ചിട്ടൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാനിവിടെ 5 പീസ് ബ്രെഡ്, ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ്, പിന്നെ ഒരു നുള്ളു മല്ലിയില, കറിവേപ്പില, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഇല്ലാത്തവർക്ക് എടുക്കണ്ട. ഇനി ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ബ്രെഡിൽ ഉപ്പുണ്ട്, പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് നമ്മുടെ ബ്രെഡ് ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ അളവ് ബ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ 2 പീസ് ബ്രെഡ് മാറ്റി വയ്ക്കുക. അഥവാ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ അതൊന്ന് പൊടിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡും ഈ പച്ചമുളകും സവാളയൊക്കെ അടിച്ചെടുത്താൽ നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിലാകും. ഇത് നമ്മൾ നല്ലതുപോലെ കുഴച്ചാൽ മാത്രമേ നമ്മൾ ചേർത്ത ഉപ്പും ആ ഗരം മസാലയും പിന്നെ ആ പച്ചമുളകൊക്കെ അടിപൊളിയായിട്ട് ഈ ഇതിലേക്ക് യോജിച്ച് ചേരുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ആക്കി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ്, അതാകുമ്പോൾ എളുപ്പമായിരിക്കും. ഒന്ന് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അടിപൊളി റൗണ്ട് ഷേപ്പിൽ വന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ബോൾസും ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എന്താ വെച്ചാൽ ഇതിൽ വേറെ ഒരു സംഭവമില്ല. അങ്ങനെ പരത്തി വെറുതെ എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കോൺഫ്ലവറിലോ ബ്രെഡ് ക്രംസിലോ ഒന്ന് മുക്കി ഡിപ്പ് ചെയ്ത് മുട്ടയിലൊന്ന് മുക്കി ഡിപ്പ് ചെയ്ത് വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ ഞാനിവിടെ എല്ലാ ബോൾസും പരത്തി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അത് ഓരോന്ന് വീതിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഓരോന്ന് വീതിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇതിനിപ്പോൾ അധികം ടൈം ആവശ്യമില്ല, ഒരു 2-3 മിനിറ്റേ ആവശ്യമുള്ള. കാരണം വെച്ചാൽ ബ്രെഡ് വളരെ സോഫ്റ്റായ കാരണം അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ചിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചത് കാണുന്ന പോലെ ഇട്ട് വറുത്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചിടുക. അതേ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ കഴിച്ചു നോക്കിയാൽ അതിൻ്റെ രുചി പ്രത്യേക ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ബ്രെഡിൻ്റെ മധുരവും പിന്നെ ആ പച്ചമുളകിൻ്റെയും ഗരം മസാലയുടെയും സവാളയുടെയും ഒക്കെ ഒരു ടേസ്റ്റായിട്ട് അടിപൊളിയാണ്. ക്യാരറ്റ് ചേർക്കാൻ പറ്റുന്നവർ ചേർത്തോളൂ, വെറൈറ്റിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി അഭിപ്രായം അറിയിക്കണം. വെറൈറ്റി ഈവനിങ് സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. ഇതിനാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് വളരെ കുറവ് മതി, എന്നാലും അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും വരാം.